ചാക്കിലോട്ടം ഉണ്ട്, കലം തല്ലി പൊട്ടിക്കലുണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്. രാഹുൽ സുരേഷിലേക്ക് നമുക്ക് പോകാം. രാഹുൽ സുരേഷ്, ഞാനും മാവേലി റെഡിയാണ്. രാഹുൽ റെഡിയാണോ? സുജയ, ഞാനും റെഡിയാണ്, ഇടുക്കിയും റെഡിയാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളിലായി ആളുകളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഇടുക്കിയിലെ ജനകീയ മത്സരങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കിഴക്കേ മാട്ടുകെട്ടയിലാണ് ഉള്ളത്. ഇവിടെ തലയണ അടി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരമായി വലിയ ആവേശ പോരാട്ടമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൈനലിലേക്ക് എത്തുകയാണ്. ഫൈനലിൽ മത്സരിക്കേണ്ട ആളുകളെ ഈ കളത്തിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുജയ, കഴിഞ്ഞ കുറെ മണിക്കൂറുകളിലായി വലിയ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മഴയത്തും തോരാത്ത ആവേശമാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. രാവിലെ മുതൽ കുറേയധികം മത്സരങ്ങൾ ഉണ്ടായിരുന്നു. കലം തല്ലിപ്പൊട്ടിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു, ചാക്കിലോട്ടം ഉണ്ടായിരുന്നു, കപ്പിൾസ് പാള വലി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ആളുകളെ ആവേശത്തിലാക്കുന്ന, നോക്കി നിൽക്കുമ്പോൾ ഒന്ന് മത്സരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തലയണാടി മത്സരം നടക്കുമ്പോൾ മറുഭാഗത്ത് കുട്ടികളുടെ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണെങ്കിൽ കൂടി അതിനെയൊന്നും വകവെക്കാതെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ഓണം ഒന്നേ ഉള്ളൂ, അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കളറാക്കുന്നതാണ് എല്ലാവരുടെയും ശീലം. അത് ഇടുക്കിക്കാരും അതിലും ഒരു രീതിയിലും പിന്നോട്ട് പോകാനും തയ്യാറല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ ഒന്ന് കാണാം. ഈ തലയണ അടി മത്സരം മൂത്തപ്പോൾ ആ തലയണ കീറി അതിന്റെ അകത്തുള്ള പഞ്ഞിയൊക്കെ നിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ആവേശം എത്രത്തോളമായിരുന്നു എന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ മത്സരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാണ് അവിടെ ആവേശകരമായ മത്സരങ്ങൾ, നാടൻ രീതിയിൽ മത്സരങ്ങൾ നടക്കുന്നു. മാത്രമല്ല നമ്മുടെ രാഹുൽ സുരേഷ് നല്ല കളറായിട്ടുണ്ട്. രാഹുൽ സുരേഷ് നമ്മുടെ ഒരു വൈബുള്ള പയ്യനാണ്, നല്ല വൈബാണ്, എപ്പോഴും നല്ല വൈബിൽ ഇങ്ങനെ നിൽക്കും. രാഹുൽ, മാവേലിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല, മാവേലി തത്സമയം. സുജിയ, ഇത്തവണ മാവേലി കേരളത്തിൽ വരുമ്പോൾ മെസ്സിയും കൂടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് മാവേലിക്ക് എന്താണെങ്കിലും മെസ്സിയെ കൂടി കണ്ടിട്ട് തിരികെ പോകാമെന്ന് നമ്മളെന്തായാലും അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും മാവേലി നമ്മൾ ഈ ഫുട്ബോൾ മത്സരം കാണാൻ മെസ്സിയെയും അതോടൊപ്പം തന്നെ അർജന്റീന ടീമിനെയും കാണാൻ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാവേലിക്ക് ഇടുക്കിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വരികയാണെങ്കിൽ ഞാൻ മഞ്ഞും മഴയൊക്കെ ഒന്ന് കാണിച്ച് വൈവാക്കി തിരിച്ചു വിടാം സുജിയ. എന്തായാലും വരുന്നുണ്ട്. ഏതായാലും അവിടുത്തെ കാറ്റാണ് കാറ്റെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. മലമേലെ തീ വെച്ച്, പക്ഷെ കൃത്യമായി ഓർക്കുന്നില്ല, കിട്ടുന്നില്ല. എന്നാലും സിനിമ പാട്ടൊക്കെ അറിയാം.